നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിസാഹസികമായി ഇത്രയേറെ CCTV ക്യാമറകളുടെയും പോലീസുകാരുടെയും കണ്ണ് വെട്ടിച്ച് ഗോവിന്ദചാമി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ജയിൽ ചാടിയ വാർത്തകളാണ് 2-3 ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ജയിലിനുള്ളിൽ ഗോവിന്ദചാമി കഴിഞ്ഞിരുന്ന സെല്ലിന്റെ ചിത്രമാണ് ഇപ്പോൾ ഒരു മാധ്യമത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന സെല്ലിന്റെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഴികൾ മുറിച്ചു മാറ്റിയ നിലയിലുള്ള സെല്ലിന്റെ ചിത്രമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ ജയിലിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ ഒരു ചിത്രം. സെല്ലിന്റെ താഴ്ഭാഗത്തെ കമ്പികളാണ് ഗോവിന്ദചാമി രക്ഷപ്പെടാനായിട്ട് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. ആദ്യം തന്നെ പോലീസുകാരോടും ഗോവിന്ദചാമിയുടെ സെല്ല് പരിശോധിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഈ ഒരു കമ്പികളുടെ സെല്ലിനുള്ളിൽ കാണുന്ന കമ്പികളുടെ താഴ്ഭാഗമാണ് ഗോവിന്ദചാമി ദിവസങ്ങളെടുത്ത് പതുക്കെ മുറിച്ചു മാറ്റിയത്. ഇതൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരുടെ ശ്രദ്ധയിൽ കണ്ടില്ല എന്നുള്ളതാണ് ഏറെ അത്ഭുതകരം. അടികൾ മുറിച്ചു മാറ്റുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഈ ഭാഗത്ത് നൂലുകൾ കൊണ്ട് കെട്ടിയതും ചിത്രത്തിൽ വ്യക്തമാണ്. അതായത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് ഗോവിന്ദചാമി ജയിൽ ചാട്ടത്തിനുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നുള്ളതിനെ കുറിച്ച് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു കാണുന്ന ചിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഓരോ ദിവസവും ഉപ്പ് ശേഖരിച്ച് സെല്ലിലെ കമ്പികൾ ദ്രവിപ്പിച്ചെന്നും അരമുപയോഗിച്ച് ദിവസങ്ങളെടുത്താണ് കമ്പികൾ മുറിച്ചതെന്നും ഗോവിന്ദചാമി നേരത്തെ മൊഴി നൽകിയിരുന്നു. ഈ മുറിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ വളരെ ശാന്ത സ്വഭാവനായിരുന്നു. കാരണം ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസുകാർ സെല്ലിനുള്ളിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുറിച്ചു വെച്ചിരിക്കുന്ന കമ്പികൾ കാണാൻ ഇടയാവുകയും ഗോവിന്ദചാമിയുടെ പദ്ധതികളെല്ലാം തന്നെ പൊളിയുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് മാസങ്ങളായിട്ട് ഗോവിന്ദചാമി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ഇതെല്ലാം തന്നെ ഇതിനുള്ള മുന്നൊരുക്കമായിരുന്നു എന്ന് പോലീസുകാർ കണ്ടെത്തിയത്. ഏതായാലും ഇത് ശരിവെക്കുന്നതാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഈ ഒരു ചിത്രം. സെല്ലിന്റെ താഴ്ഭാഗത്തെ കമ്പികളാണ് ഇത്തരത്തിൽ ഗോവിന്ദചാമി മുറിച്ചു മാറ്റിയിരിക്കുന്നത്. സെല്ലിൽ നിന്ന് കമ്പി മുറിച്ചാൽ ആരെങ്കിലും ശ്രദ്ധിക്കുമെന്ന് കരുതി മൂടി പുതച്ച് കിടന്നുകൊണ്ടാണ് കമ്പി മുറിച്ചത്. അതിനാലാണ് താഴ്ഭാഗത്തെ കമ്പി മുറിച്ചു മാറ്റാൻ കാരണം. ഏകദേശം 5 ഇടങ്ങളിൽ കമ്പി മുറിച്ചതായും പുറത്തു വന്ന ചിത്രത്തിൽ കാണാം. ജയിൽ ജീവനക്കാർ മുഴുവൻ സമയം ഫോണിലാണെന്നും ആരും ശ്രദ്ധിക്കാറില്ലെന്നും ഗോവിന്ദചാമി മൊഴി നൽകിയിരുന്നു. ഇത് ശരിവെക്കുന്ന രീതിയിലുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സെല്ലിന്റെ ചിത്രം. ദിവസങ്ങളെടുത്ത് ഇത്രയേറെ ഭാഗം മുറിച്ചു മാറ്റിയിട്ടും ജയിൽ ജീവനക്കാർ ആരും കണ്ടില്ലെന്നത് ശരിക്കും അമ്പരിപ്പിക്കുന്നതാണ്. ഏതായാലും ഗോവിന്ദചാമി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ജയിൽ തടവുകാർ ഏറ്റുമുട്ടിയാൽ പോലും കേസെടുക്കില്ലെന്നാണ് ഒരു വിഭാഗം ജയിൽ ജീവനക്കാരുടെ ആക്ഷേപം. കണ്ണൂർ ജയിലിൽ രാത്രികാല പരിശോധന ശക്തമല്ല. 3 മാസം കൂടുമ്പോൾ തടവുകാരെ സെൽ മാറ്റണമെന്ന് നിർദ്ദേശമുണ്ട്. എന്നാൽ കണ്ണൂരിൽ അതും പാലിക്കപ്പെട്ടില്ലെന്നും പറയുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം പിടിയിലായ ഗോവിന്ദചാമിയെ കഴിഞ്ഞ ദിവസം തൃശൂരിൽ അതീവ സുരക്ഷാ ജയിലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച 12:30 പോലീസ് വാനിൽ ജയിൽ അങ്കണത്തിൽ എത്തിച്ചത്. നടപടികൾ പൂർത്തിയാക്കി ജയിലിലെ ഏകാന്ത തടവിലാക്കിയിരിക്കുകയാണ്. താഴത്തെ നിലയിലെ 1ാമത്തെ ബ്ലോക്കിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത മുറിയിൽ നിന്ന് ജയിൽ ജീവനക്കാരുടെ നിരീക്ഷണമുണ്ട്. ഏകാന്ത സെല്ലിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നും ക്യാമറ നിരീക്ഷണവുമുണ്ട്. സെല്ലിൽ മറ്റൊരു തടവുകാരനെ കൂടി ഉൾക്കൊള്ളിച്ച് നിരീക്ഷണം നടത്താൻ ജയിൽ അധികൃതർ തീരുമാനിച്ചെങ്കിലും പിന്നീട് ഉപേക്ഷിച്ചു. ക്യാമറ നിരീക്ഷണമാണ് സുരക്ഷിതമെന്ന് മനസ്സിലാക്കിയതിനാലാണിത്. ഗോവിന്ദചാമിയെ നിരീക്ഷിക്കാൻ കൂടുതൽ ജീവനക്കാരെയും ജയിൽ വകുപ്പ് നിയമിച്ചിട്ടുണ്ട്. വിയൂർ അതിസുരക്ഷാ ജയിലിലെ GF-1 സെല്ലിന് അകത്തും പുറത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ഒപ്പം മറ്റൊരു തടവുകാരനെയും പാർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കണ്ണൂരിൽ നിന്ന് ജയിൽ ചാടി തമിഴ്നാട്ടിൽ എത്തുകയായിരുന്നു ഗോവിന്ദചാമിയുടെ ലക്ഷ്യം. ഇത് ഗോവിന്ദചാമി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലാണ് ഗോവിന്ദചാമി ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി തടവ് ചാടിയത്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ഇയാളെ കണ്ടെത്തുകയും ജയിലിലേക്ക് തിരികെ എത്തുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് ജയിൽ സുരക്ഷയിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 4 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ജയിൽ സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയും സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഗോവിന്ദചാമിയെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചും നിരീക്ഷണം ശക്തമാക്കിയതും. അതീവ സുരക്ഷയിൽ പാർപ്പിച്ചിരുന്ന കൊടും കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയ പശ്ചാത്തലത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരെയും തടവുകാരെയും ഒരേ സമയം നിരീക്ഷിക്കാൻ
സെൻട്രൽ ജയിലുകളിൽ AI ക്യാമറകളും ഇനി സ്ഥാപിക്കും. രാത്രി ദൃശ്യങ്ങളടക്കം പകർത്താൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമുള്ള CCTV ക്യാമറകളാണ് സ്ഥാപിക്കുക. മതിലുകളിലെ ഇലക്ട്രിക് ഫെൻസിംഗുമായി ഈ ക്യാമറകൾ ബന്ധിപ്പിക്കാം. ജയിൽ ചാട്ടത്തിന് ശ്രമമുണ്ടായ അല മുഴങ്ങും. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോണിലും അപായ മുന്നറിയിപ്പ് എത്തും. പൂജപ്പുര, കണ്ണൂർ, വിയ്യൂർ, തവനൂർ സെൻട്രൽ ജയിലുകളിൽ ചുറ്റുമതിലിന് മുകളിൽ 3 മാസത്തിനകം വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കെൽട്രോൺ സ്ഥാപിച്ച ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിച്ച ഉടൻ തകരാറിലായിട്ടും പരിഹരിച്ചിരുന്നില്ല. ജയിലുകളിൽ നിലവിലുള്ള വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ശക്തിപ്പെടുത്തും. ജയിലിനകത്ത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ചാടിപ്പോയതിനെ കുറിച്ച് അന്വേഷിക്കാൻ കേരള ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ, സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ജേക്കബ് പുന്നൂസ് എന്നിവരുടെ സമിതിയെയും നിയോഗിച്ചു. നിലവിൽ പുരോഗമിക്കുന്ന പോലീസ് വകുപ്പ് തല അന്വേഷണങ്ങൾക്ക് പുറമെയാണിത്. സെൻട്രൽ ജയിലുകളിൽ താങ്ങാവുന്നതിനേറെ തടവുകാരുള്ള സാഹചര്യത്തിൽ പുതിയ സെൻട്രൽ ജയിൽ പണിയും. കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്തും. തടവുകാരുടെ ബാഹുല്യവും തുടർന്നുള്ള പ്രശ്നങ്ങളും സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം വരുന്നത്. ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരാൻ അനുവദിക്കില്ല. 5 വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റും. ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനലുകൾ പലരും അതീവ സുരക്ഷാ ജയിലിലാണ് പാർപ്പിക്കുന്നത്. അന്യസംസ്ഥാനക്കാരായവരെ അതത് സംസ്ഥാനങ്ങളിലെ ജയിലുകളിലേക്ക് മാറ്റുന്നതും പരിഗണനയിലാണ്. ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക്, പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ, പൊതുമരാമത്ത് സെക്രട്ടറി K. ബിജു, ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ, ഇന്റലിജൻസ് അഡീഷണൽ DGP ആയ P. വിജയൻ എന്നിവർ പങ്കെടുത്തു. ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലെ ഏകാന്ത സെല്ലിൽ അടച്ചു. പുറത്തേക്ക് ഇറക്കില്ല. ഭക്ഷണം സെല്ലിൽ കൊടുക്കും. ശനിയാഴ്ച ആയതിനാൽ ഇന്നലെ മട്ടൻ കറി ഉൾപ്പെടെ ഊണ്. പിന്നെ ജയിൽ ഉദ്യോഗസ്ഥർ ഉറങ്ങിയാലും തടവുകാരുടെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് ഉന്നത ഉദ്യോഗസ്ഥരെ അലേർട്ട് ചെയ്യാൻ കഴിയുന്ന AI അധിഷ്ഠിത ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെയും തടവുകാരുടെയും മുഖം AI സംവിധാനത്തിൽ മുൻകൂട്ടി അപ്ലോഡ് ചെയ്യും. സെല്ലുകൾ അടച്ച ശേഷം പുറത്തുള്ളത് ജീവനക്കാരാണോ തടവുകാരാണോ എന്ന് ക്യാമറ തിരിച്ചറിയും. ഇനി അതിനനുസരിച്ചിട്ടുള്ള അതീവ സുരക്ഷയായിരിക്കും ഗോവിന്ദച്ചാമിക്ക് എന്നല്ല, അവിടെ കഴിയുന്ന കൊടും ക്രിമിനലുകൾക്കെല്ലാം തന്നെ നൽകുക. കാരണം ഇത് അങ്ങേയറ്റം നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനമാണ് കേരള ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് അടിമുടി മാറ്റങ്ങൾ വരുത്താൻ പോകുന്നത്. ഏതായാലും ഇനി ഗോവിന്ദച്ചാമി പുറത്തിറങ്ങില്ല. എല്ലാ സംവിധാനങ്ങളും ഭക്ഷണമടക്കം അതിനുള്ളിലേക്കായിരിക്കും എത്തിക്കുക. 24 മണിക്കൂറും നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോണുകളിലേക്ക് അടക്കം അലേർട്ട് വരുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്.